നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാവുന്നത് ഈ മണിക്കൂറിൽ അവിടെ ചേർന്നുകൊണ്ടിരിക്കുന്ന UDF നേതൃയോഗം തന്നെയാണ്. അത് ഓൺലൈനായി ചേരുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി റാഫി കരീം ഒരിക്കൽ കൂടി നിലമ്പൂരിൽ ചേരുകയാണ്. റാഫി, ഓൺലൈനാണ് ഈ യോഗം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോകുന്നത് PV അൻവർ വിഷയത്തിലാണ്. എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ആരൊക്കെയാണ്, ഏതൊക്കെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു UDF യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഈ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനറായ അടൂർ പ്രകാശ്, ഒപ്പം ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, M അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഈ UDF യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അടൂർ പ്രകാശും ഒപ്പം തന്നെ VD സതീശനും ഒഴിച്ച് ബാക്കി എല്ലാവരും നിലമ്പൂരിൽ തന്നെയുണ്ട്. ഇവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവർ ഓൺലൈനായിട്ടായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് ഈ യോഗത്തിന് ശേഷം സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിലവിൽ അൻവറുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വേണ്ട എന്നുള്ളതാണ് നിലവിൽ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കണം, ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണ പ്രഖ്യാപിക്കണം. സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അൻവർ നടത്തിയ ആരോപണങ്ങൾ അത് പിൻവലിക്കണം. ഈ കാര്യങ്ങളിൽ അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് ലഭിച്ചതിനു ശേഷം മാത്രം അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവറിന്റെ പ്രതികരണമായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാവുക. ഇന്ന് രാവിലെ 9 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഒരു പകൽ കൂടി കാത്തിരുന്ന ശേഷം നാളെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അൻവർ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ നിലയിലെങ്കിൽ അൻവറിന്റെ പ്രതികരണമായിരിക്കും ഇനി ഏറെ നിർണായകമാവുക. ശരി റാഫി, എന്തായാലും UDF നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം എന്ന നിലപാട് തന്നെയാണ് അൻവറിന് മുന്നിലേക്ക് ഇപ്പോഴും വെക്കുന്നത്. അൻവർ എന്ത് പറയുന്നു എന്നറിഞ്ഞിട്ടാകാം മറ്റു തീരുമാനങ്ങളെന്ന് UDF പറയുന്നു. അൻവർ പറയുന്നു എന്താണ് UDF യോഗം ചേർന്നെടുക്കുന്നത് അത് നോക്കിയിട്ട് പ്രതികരിക്കാമെന്ന് അൻവറും പറയുകയാണ്. എന്തായാലും ഈ രാത്രിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നാളെ അൻവറിന്റെ വാർത്താ സമ്മേളനം, അതിൽ നിലപാട് അൻവറും പറയുന്നതോടുകൂടി നിലമ്പൂരിലെ ഒരു യഥാർത്ഥ ചിത്രം തെളിയുകയും ചെയ്യും.